ശബരിമലയിൽ നെയ്യ് വിതരണം ചെയ്തതിലെ സാമ്പത്തിക തട്ടിപ്പിലും ക്രമക്കേടിലും കേസെടുത്ത് വിജിലൻസ് തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിനെയും ബോർഡംഗം സി.എൻ. അജികുമാറിനെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി വിജിലൻസ് എസ്.പി. സോജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. വിവരങ്ങളുമായി അനുരു ചേരുന്നു. അനുരു, ഇതിപ്പോൾ നെയ്യ് ക്രമക്കേടിലും പി. പ്രശാന്ത് പ്രതിയാവുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ പ്രശാന്തും അജികുമാറും അടക്കം പ്രതിപട്ടികയിൽ ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ട സാഹചര്യത്തിലാണ് അടുത്തൊരു കേസും കൂടെ ഇപ്പോൾ പി.എസ്. പ്രശാന്തിനെതിരെ വന്നിരിക്കുന്നത്. അതായത് ശബരിമല നെയ് കുംഭകോണത്തിൽ വിജിലൻസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിൽ ഒന്നാം പ്രതി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടിയായ പി.എസ്. പ്രശാന്തും അന്നത്തെ ബോർഡ് അംഗമായിരുന്ന അജികുമാറും കൂടാതെ അന്ന് ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഈ മുരാരി ബാബുവുമായിരുന്നു. ഇപ്പോൾ മുരാരി ബാബു അന്തരിച്ചു പോയിരിക്കുകയാണ്. കൂടാതെ ഈ കേസിൽ അതായത് 2024 മണ്ഡലകാലം പുരോഗമിക്കുമ്പോൾ തന്നെ അടുത്ത സീസണിലേക്കുള്ള നെയ് വാങ്ങാൻ നടപടി തുടങ്ങുകയും ടെൻഡർ വിളിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള കുങ്കുമരാജ് ഡയറിയിൽ നിന്ന് ലിറ്ററിന് 369 രൂപ നെയ് ലഭിക്കെ 510 രൂപയ്ക്ക് മിൽമയിൽ നിന്ന് ടെൻഡർ നടപടികൾ മറികടന്ന് ഇത്തരത്തിൽ നെയ് വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവഴി ഏകദേശം 2.28 കോടി രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പറയുന്ന ടെൻഡറിൽ കുങ്കുമരാജ് ഡയറി 369 രൂപയ്ക്ക് നെയ്യ് നൽകാൻ തയ്യാറായിരുന്നു. അതുപോലെ തന്നെ ഈ ടെൻഡറിൽ റെഡ്കോ ലിറ്ററിന് 421 രൂപയും നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇതൊക്കെ മറികടന്ന് ഈ ഗുണനിലവാര പരിശോധനയിൽ അടക്കം ഈ പറയുന്ന കമ്പനികൾ മേന്മ തെളിയിച്ചെങ്കിലും അതൊക്കെ മറികടന്നിട്ടാണ് 510 രൂപയ്ക്ക് മിൽമയിൽ നിന്ന് ഈ നെയ്യ് വാങ്ങാൻ ഈ ദേവസ്വം ബോർഡ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നീക്കം നടത്തിയത്. അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ആണ് 2024 ഡിസംബർ 30-ന് ഇത് സംബന്ധിച്ചൊരു ലെറ്റർ ദേവസ്വം ബോർഡിന് നൽകുന്നത്. എന്നാൽ ദേവസ്വം കമ്മീഷണർ ഈ പറയുന്ന ടെൻഡർ നടപടികൾക്ക് എതിരെ നിൽക്കുകയായിരുന്നു. എന്നാൽ ദേവസ്വം കമ്മീഷണറുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകാതെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പി.എസ്. പ്രശാന്ത് ഈ ശരി അനുരു, ടെൻഡർ ഇപ്പോൾ ശബരിമലയിൽ നെയ്യ് വിതരണം ചെയ്ത സാമ്പത്തിക ക്രമക്കേടിലും ഇപ്പോൾ പി.എസ്. പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുകയാണ്. അനുരു അശോകാണ് വിവരങ്ങൾ നൽകിയത്.